സദ്യൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുളിശ്ശേരി കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചെറിയ പീസാക്കിയിട്ടാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാൽ ചെറിയ പീസാക്കും വേണ്ട. അപ്പോൾ 1/2 കപ്പ് വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം അതേപോലെ തന്നെ വെള്ളരിയൊക്കെ മൂടി നിൽക്കുന്ന ആ ഒരു രൂപത്തിൽ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2-3 വറ്റൽമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് തൈര് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് തൈരാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു നോർമൽ പുളിയുള്ള തൈരാട്ടോ, കൂടുതൽ പുളിയുള്ള തൈര് എടുക്കണ്ട. പിന്നെ അതിലോട്ട് 2 ടേബിൾ സ്പൂണ് പച്ചരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷമാണ് പച്ചരി ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പഴവും വെള്ളരിയൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണ്ടോ. കൂടുതലായിട്ട് വെള്ളം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി തൈര് വേണമെങ്കിൽ പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാക്കി എടുത്തിട്ടില്ല. ഇനി ചെറിയൊരു തിളക്കൽ വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചെറിയൊരു തിള വന്നാൽ മതി കേട്ടോ. നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇതാ ഒരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളകും കൂടെ ഇതിലോട്ട് ഇട്ടൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനുള്ള എരിവായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ബനാന പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഓണാക്കല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ ഉപമായിട്ട് വീണ്ടും വരാം.